നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നരേന്ദ്രമോദി മൂന്നാം വട്ടവും അധികാര പദമേറുമ്പോൾ പഴയപടി കാര്യങ്ങൾ അത്ര സ്മൂത്തല്ല എന്നതാണ് നമ്മൾ കാണുന്ന കാര്യം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ ഘടകകക്ഷികളുടെ താല്പര്യങ്ങളും ആവശ്യങ്ങളും മാനിച്ചുകൊണ്ട് മാത്രമേ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് മോദിക്കും അമിത്ഷായ്ക്കും പോകാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണമെന്നും ഇത്ര മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്നുമുള്ള ആവശ്യം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും മുന്നോട്ട് വച്ചിരിക്കുകയാണ്. മറ്റു കക്ഷികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ വേറെ. പ്രധാനപ്പെട്ട വകുപ്പുകൾ ആവശ്യപ്പെടുമ്പോൾ അവ കൊടുക്കാൻ ബി.ജെ.പിക്ക് മനസ്സു വരുന്നില്ല എന്ന പ്രശ്നമുണ്ട്. ആഭ്യന്തരവും പ്രതിരോധവും ധനവും അടക്കമുള്ള വകുപ്പുകൾ നൽകാൻ കഴിയില്ല എന്നതാണ് ബി.ജെ.പിയുടെ നിലപാട്. അതേസമയം പ്രധാനപ്പെട്ട വകുപ്പുകൾ കിട്ടിയേ മതിയാവൂ എന്ന നിലപാടിൽ ഇപ്പോഴുമുണ്ട് ഘടകകക്ഷികൾ. അവർ എത്ര കോംപ്രമൈസ് ചെയ്യും എന്നത് ഈ സർക്കാർ രൂപീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒപ്പം നയപരിപാടികളിൽ ചിലതിൽ മാറ്റം വേണമെന്നും ഒരു കോമൺ മിനിമം പരിപാടി വേണമെന്നും ആവശ്യപ്പെടുന്നു NDA സഖ്യകക്ഷികൾ. ബി.ജെ.പിയുടെ ഹിന്ദുത്വ പദ്ധതിക്കനുസരിച്ച് ഭരണത്തെ 5 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധമുള്ള വിലങ്ങുതടിയാവുകയാണ് കോമൺ മിനിമം പരിപാടി വേണം എന്ന ആവശ്യം. ഒപ്പം അഗ്നിവീർ പോലെയുള്ള പദ്ധതികൾ നിർത്തലാക്കി വെക്കണമെന്ന് നിതീഷ് കുമാർ ബീഹാറിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം അവരെ സംബന്ധിച്ച് ബീഹാറിൽ ഏറ്റവും അധികം ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നത് അഗ്നിവീർ പോലെയുള്ള സംഗതികളാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ സർക്കാർ രൂപീകരണം എന്നത് എന്തുമാത്രം എളുപ്പമായിരിക്കും. രണ്ടാമത്തേത്, മോദി സർക്കാരിന് കഴിഞ്ഞ 10 വർഷം കൊണ്ടു നടന്ന നയപരിപാടികൾ അതേ വീര്യത്തോടെ കൊണ്ടു നടക്കാൻ കഴിയുമോ? മറ്റാരോടും കൺസൾട്ട് ചെയ്യാതെ സ്വന്തമായി ഭരിക്കുക എന്നതാണ് അഹമ്മദാബാദ് മുതലുള്ള നരേന്ദ്രമോദിയുടെ ഭരണരീതി എന്നത് നമുക്കറിയാം. ഇത്തവണ അത് സാധ്യമാണോ? ഒരു ദിവസം രാവിലെ പാർലമെന്റിലേക്ക് വന്ന് പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് കശ്മീർ ഇല്ലാതായിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാൻ അമിത്ഷായ്ക്ക് കഴിയും വിധം ആയിരുന്നു മുമ്പത്തെ സർക്കാരെങ്കിൽ ഇനി അതിൻ്റെ സാധ്യത എന്തുമാത്രമാണ്? ഈ നോക്കൂ, അപ്പുറത്ത് കൂട്ടം കൂടിയ കുറേ കക്ഷികളുടെ സർക്കാരാണ് വരാൻ പോകുന്നത്. ഇന്ത്യ സഖ്യത്തിൽ അത് ശിഥില സർക്കാരാണ് വരാൻ പോകുന്നത്. അത് അസ്ഥിര സർക്കാരാണ്. നിങ്ങൾക്കൊരു സുസ്ഥിര സർക്കാരിനെ അല്ലേ വേണ്ടത് എന്നാണ് മോഡി തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ചോദിച്ചത്. ഇപ്പോൾ നരേന്ദ്രമോദിയുടേത് ഒരു സുസ്ഥിര സർക്കാരാണോ? ഇന്ത്യ സഖ്യത്തെ അദ്ദേഹം ആക്ഷേപിച്ചത് പ്രകാരമാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സുസ്ഥിര സർക്കാരല്ല എന്നതുകൊണ്ട്. ഒപ്പം നിതീഷ് കുമാറിനും നിതീഷ് കുമാറിനും ഒപ്പം ചന്ദ്രബാബു നായിഡുവിനും വലിയ ദുരനുഭവങ്ങളുടെ കഥ ബി.ജെ.പി പാളയത്തിൽ നിന്ന് തന്നെ ഉണ്ട് എന്നതുകൊണ്ട് എന്തുമാത്രം ആത്മാർത്ഥമായൊരു ബോണ്ടിങ് ഇവർക്കിടയിലുണ്ടാകും. പല ചോദ്യങ്ങൾ പ്രസക്തമാകുന്ന ഒരു സർക്കാർ രൂപീകരണ ഘട്ടമാണ് ഇത്. ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ. എന്നോടൊപ്പം ബി.ജെ.പി നേതാവ് ശ്രീ പ്രിൻറ്റു മഹാദേവ്, ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ, മുതിർന്ന CPM നേതാവ് ശ്രീ വസന്ത തെങ്ങുംപള്ളി, കോൺഗ്രസ് നേതാവ് ശ്രീ നിസാം സെയ്ദ്, നിരീക്ഷകൻ എന്നിവരാണ് ഈ ചർച്ചയിൽ ഉള്ളത്. ആദ്യം പ്രിൻറ്റു, കഴിഞ്ഞ 10 വർഷം ഭരിച്ചതുപോലെ ഒരു സുസ്ഥിര സ്വഭാവമുള്ള സർക്കാരായിരിക്കാൻ കഴിയുന്നില്ല എന്ന പ്രശ്നമുണ്ടോ? നരേന്ദ്രമോദി ഒരു സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിക്കുന്നു, മോദി വരുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു, സർക്കാർ അതിവേഗത്തിൽ പോകുന്നു എന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 തവണയും കണ്ടതെങ്കിൽ ഇത്തവണ സങ്കീർണതകളുടെ ഒരു നടുക്കടലിലാണോ സർക്കാരുള്ളത്, മോദിയുള്ളത്? ഒരിക്കലുമല്ല. തികച്ചും ജനാധിപത്യ രീതിയിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നമ്മളുടെ പാർലമെൻറ്റിലെ എംപിമാരുടെ എണ്ണം അത് കൃത്യമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ബി.ജെ.പിക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായി സീറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം ബി.ജെ.പിയുടെ ഒന്നാം NDA സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ബി.ജെ.പിയുടെ പിന്തുണ 303 സീറ്റാണ്. ഇത് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ 7 സ്വതന്ത്രരടക്കം ബി.ജെ.പിയുടെ പിന്തുണ 307 അതായത് 2 സീറ്റ് അധികമായിരിക്കുന്നു എന്നുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ബി.ജെ.പി ഏതെങ്കിലും തരത്തിൽ തകർന്നു അല്ലെങ്കിൽ തരിപ്പണമായി അല്ലെങ്കിൽ ബി.ജെ.പി അത്രമാത്രം മോശമാണ് എന്ന് അഭിപ്രായം നിങ്ങൾക്ക് പോലും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം 240 ഫിക്സഡ് സീറ്റ് ബി.ജെ.പിക്ക് ഉണ്ട്. സ്വാഭാവികമായി ഘടകകക്ഷികൾ വഹിക്കുന്ന നമ്മൾ കേവല ഭൂരിപക്ഷമാണല്ലോ നമുക്ക് പ്രധാനപ്പെട്ടത്. നിങ്ങൾ പ്രതീക്ഷിച്ചത് 400 സീറ്റ് എന്നാണ് നിങ്ങൾ മനസ്സിൽ കണ്ടത്. മോഡി ഉദ്ദേശിച്ചത് 272 എന്ന് പറയുന്ന ഭൂരിപക്ഷമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് 305 എംപിമാരുടെ പിന്തുണയുള്ള ഒരു സഖ്യ സർക്കാരാണ് അധികാരത്തിൽ വരുന്നത്. സ്വാഭാവികമായിട്ട് ഒരു സഖ്യ സർക്കാരാകുന്ന സമയത്ത് നയപരമായ പല കാര്യങ്ങളിലും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ദ്രുതഗതിയിലുള്ള വേഗതയ്ക്കപ്പുറത്തേക്ക് നയപരമായ കാര്യങ്ങൾ പോളിസികൾ മേക്കിങ്ങിനകത്ത് ഇടപെടാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് NDA സർക്കാർ ബി.ജെ.പിയുടെ കേവല ഭൂരിപക്ഷം എന്ന സമയത്തിനേക്കാൾ ഒരു നയപരമായ കാര്യങ്ങൾ, മോഡി തന്നെ അത് പറഞ്ഞല്ലോ, ഒരു കൂട്ടുകക്ഷി ഭരണ സംവിധാനത്തെ ഭരിച്ചുള്ള ഒരു ഭരണം ആദ്യമായിട്ടാണ് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് വെല്ലുവിളി ഒരു തരത്തിലും ഉണ്ടാകില്ല. ഈ സർക്കാർ 5 വർഷം പൂർത്തീകരിക്കും, അതിലൊന്നും യാതൊരു സംശയവും ഞങ്ങൾക്ക്. പ്രിന്റു, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കൊരു റീറൂട്ട് വേണ്ടി വരുമോ എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്നു,
വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അനങ്ങിയില്ല, ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി. ഇനി അത് പറ്റില്ല എന്നാണ് നിതീഷ് കുമാർ പറയുന്ന കാര്യം. നിങ്ങളുടെ അമിത്ഷായും മോദിയും കൂടെ മാത്രം തീരുമാനിച്ച് പല പദ്ധതികൾ കൊണ്ടുവരുന്നു, പൗരത്വ നിയമം കൊണ്ടുവരുന്നു. അതൊക്കെ സംഘപരിവാറിൻ്റെ പ്ലാനാണ്. പൗരത്വ നിയമം, കശ്മീരിൻ്റെ 370 റദ്ദാക്കുക, അതൊക്കെ നിങ്ങളുടെ ഐഡിയോളജി, നിങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുമാണ്. പക്ഷെ നമുക്കിനി ഒരു കോമൺ മിനിമം പരിപാടി വേണമെന്ന് നിതീഷ് കുമാർ പറയുകയാണ്. അഗ്നിവീർ പറ്റില്ല എന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ നരേന്ദ്രമോദി 10 വർഷം ഭരിച്ചതിൻ്റെ നയത്തിൻ്റെ ഒരു തുടർച്ച ഇനി പറ്റില്ല, ഇനി ഒരു റീറൂട്ട്, ഒരു പുതുവഴി എടുക്കേണ്ടി വരും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെ ഒരു റീറൂട്ട് എന്നുള്ളതല്ല. ഒരു സഖ്യ സർക്കാരിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു നയചാതുര്യം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, അപ്പുറത്ത് ഏതെങ്കിലും വിധേന ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് ഈ മുക്കൂട്ട് മുന്നണി അല്ലെങ്കിൽ മുറുക്കൻ പാമ്പുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള നയപരമായ കാര്യങ്ങൾ, അതിനകത്ത് പ്രധാനമായിട്ടും ഒരു ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ടുള്ള സർക്കാരാണെന്ന് അങ്ങ് സൂചിപ്പിച്ചല്ലോ. അതിന് ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. ഈ രാജ്യത്തിൻ്റെ വികസനമാണ് ഈ സർക്കാരിൻ്റെ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം. പ്രധാനമായിട്ടും NDA സർക്കാർ എന്താണോ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്, ആ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള സർക്കാരാണ് മോഡിയുടേത്. മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത്. എല്ലാ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് ഭീതി പരത്തി സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്, കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് അമിത്ഷാ ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. നോക്കൂ, സംവരണം മുസ്ലിങ്ങൾക്ക് നൽകാം എന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ടാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൽ അധികാരത്തിൽ വരുന്നത്. ഈ വൈരുദ്ധ്യം ഉണ്ടല്ലോ, നയത്തിൻ്റെ വൈരുദ്ധ്യം, അവ നിങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ ചോദിക്കുക? അല്ല, ഈ വൈരുദ്ധ്യത്തെ ഒക്കെ ഒരു ടേബിൾ ടോക്കിനകത്ത് അല്ലെങ്കിൽ ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കുകയും അതിന് നയപരമായ കാര്യങ്ങൾ ഏതൊക്കെ നടപ്പിലാക്കണമെന്ന് കൃത്യമായിട്ട് അത് നടപ്പിലാക്കാൻ ശേഷിയുള്ള നേതൃത്വമാണ് BJPയുടേത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ആയിക്കോട്ടെ, നിതീഷ് ആയിക്കോട്ടെ, കോമൺ മിനിമം പരിപാടി എന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കോമൺ മിനിമം പരിപാടി, ഒരു പോളിസി സ്വാഭാവികമായിട്ടും സർക്കാർ NDA സർക്കാർ കൂട്ടുകക്ഷി ഭരണമാകുമ്പോൾ ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ വരണം ഏതൊക്കെ വേണ്ട എന്നുള്ളതൊക്കെ പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അതിനകത്ത് തന്നെ ഇപ്പോൾ തന്നെ ഒരു ക്രൈസിസ് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ മുസ്ലിങ്ങൾക്ക് സംവരണം വേണമെന്നും അല്ലെങ്കിൽ നമ്മുടെ നിതീഷ് കുമാർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സീറ്റുകളിൽ തന്നെ MP-മാർ മന്ത്രിമാർ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുമെന്ന് ഇപ്പോൾ ഞങ്ങൾ കരുതുന്നില്ല. പറയാൻ സാധ്യതയില്ല. കുറച്ചുകൂടി ജെന്റിൽമാൻ പൊളിറ്റിക്സ് ആണ് പ്രത്യേകിച്ച് നായിഡുവിനെ പോലുള്ള ആളുകൾക്ക് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചാൽ അപ്പുറത്തേക്ക്, ഞാൻ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ കുറേ അധികാരമോഹികൾ കൂടിച്ചേർന്നുള്ള ഒരു സംഘത്തിന് ഒരു സുസ്ഥിര സർക്കാരിനെ നൽകാൻ കഴിയില്ല എന്നാണ് മോദി എല്ലായിടത്തും പ്രസംഗിച്ചത്. എല്ലാവരും പ്രധാനമന്ത്രി മോഹികളാണ്, അവരൊരു സർക്കാരുണ്ടാക്കിയാൽ 5 വർഷം 5 പ്രധാനമന്ത്രിമാരായിരിക്കുമെന്ന് മോദി പ്രസംഗിച്ചു. ഈ വരാൻ പോകുന്ന NDA സർക്കാരിൽ 5 വർഷം 3 പ്രധാനമന്ത്രിമാരുണ്ടാവുമോ? ഏറ്റവും കുറഞ്ഞത് മോദി, നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു, ഇവർക്കെല്ലാവർക്കും ദേശീയ മോഹങ്ങളുള്ളവരാണല്ലോ. അപ്പോൾ 3 പ്രധാനമന്ത്രിമാർ പ്രതീക്ഷിക്കാമോ 5 വർഷത്തിനിടയ്ക്ക്? അതുമാത്രമല്ല, ഇതൊരു സുസ്ഥിര സർക്കാരാണോ? ഒരിക്കലുമില്ല. നമുക്കറിയാം, ഏറ്റവും 240 ഫിക്സഡ് സീറ്റുള്ള ഒരു കക്ഷിയാണ് BJP. സ്വാഭാവികമായിട്ട് BJPയെ സംബന്ധിച്ച് 5 വർഷവും നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി. അതിനകത്തൊന്നും യാതൊരു മാറ്റവുമില്ല. പിന്നെ ഇപ്പൊ നിതീഷ് കുമാർ കർണാടകയിൽ ഏറ്റവും വലിയ കക്ഷി 89 സീറ്റ് നേടിയ കോൺഗ്രസ് 30 സീറ്റിന്റെ പരിസരത്തുണ്ടായിരുന്ന JDS-നെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയില്ലേ? ഞങ്ങൾ ആ കക്ഷി, ഞങ്ങൾക്കായേ പറ്റൂന്ന് പറയാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഒന്നിൽ നിങ്ങൾക്ക് അധികാരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തം വേണമെങ്കിൽ നിങ്ങൾ ഈ ഘടകകക്ഷികളുടെ താല്പര്യങ്ങളെ ഉൾക്കൊണ്ടേ മതിയാവൂ. അല്ല, ഞങ്ങളാണ് സിംഗിൾ ലാർജസ്റ്റ് കക്ഷി എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഉണ്ടാക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെയല്ല. അതിന് കോൺഗ്രസിൻ്റെ ഒരു പശ്ചാത്തലമോ അല്ലെങ്കിൽ ബാക്കിയുള്ള പശ്ചാത്തലം പോലെയല്ലോ BJPയുടെ ഒരു പൊളിറ്റിക്സ്. BJPയുടെ പൊളിറ്റിക്സ് നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ടാണ് NDA സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് 5 വർഷവും നരേന്ദ്രമോദി തന്നെ അദ്ദേഹം ഈ കരുത്താർജിച്ചുകൊണ്ട് ഇതിൽ കൂടുതൽ MP-മാരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇനി വരാൻ പോകുന്നത് എന്നുള്ള വസ്തു കൂടി നമ്മൾ മനസ്സിലാക്കുക. അതിനകത്ത് നിതീഷ് കുമാർ ഒരു കൊല്ലം അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രബാബു നായിഡു ഒരു വർഷം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്രൈസിസ് ഉണ്ടോ എന്ന് പറയാം. അത്രയും ആളുകൾ ഉണ്ടെങ്കിൽ അത്രയും പ്രധാനമന്ത്രിമാരെ കൂടി ഉൾക്കൊള്ളേണ്ടി വരുമെന്ന് പറഞ്ഞത് മോദിയാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്, KT കുഞ്ഞിക്കണ്ണൻ, ഇന്ത്യ സഖ്യം ഈ NDA സർക്കാരിൻ്റെ രൂപീകരണവും അതിൻ്റെ മുന്നോട്ട് പോക്കും നിരീക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിരീക്ഷിക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൽ സംഭവിക്കുന്നത്? അത് കലങ്ങി മറിയാൻ പോവുകയാണോ? നമ്മുടെ അവസരം വരുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണമാണോ? എന്താ അതുകൊണ്ട് ഇന്ത്യ സഖ്യം ഉദ്ദേശിക്കുന്നുണ്ടാവുക? അല്ല, ഒരു കാര്യം ഉറപ്പാണ്. ഇവിടെ ഇപ്പോൾ BJPയുടെ പ്രതിനിധി പ്രിൻറ്റു മഹാദേവ് തന്നെ സൂചിപ്പിച്ചു,
ഒരു ടേബിൾ ടോക്കിലൂടെ തീരുമാനിക്കപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ ഹാർഡ് ഹിന്ദുത്വയിൽ നിന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും പിറകോട്ട് പോകേണ്ടി വരും. അവരുടെ പിറകെ ഇരിക്കുന്ന RSS എഴുതി കൊടുക്കുന്ന അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് അത്ര എളുപ്പമല്ല എന്ന് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പിന്തുണയുള്ള ഒരു സർക്കാർ ഒരു കോംപ്രമൈസ് സർക്കാരായിരിക്കും എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഇവിടെ ചോദിച്ചില്ലേ, ഈ സംവരണം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലും എന്താണ് BJPക്ക് അവരുടെ അജണ്ടയിൽ നിന്ന് താഴോട്ട് വരേണ്ടി വരും. ഘടകകക്ഷികളുമായിട്ട് പല കാര്യങ്ങളിലും സറണ്ടർ ചെയ്യേണ്ടി വരും. ആ അർത്ഥത്തിൽ ഒരു കോംപ്രമൈസ് ഗവൺമെൻറ് ആയിരിക്കും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. എന്നു മാത്രമല്ല, അതിലെ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം RSS നിരന്തരമായി മോഡിയിലൂടെയും അമിത്ഷായിലൂടെയും അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ആ ശ്രമങ്ങളെ എങ്ങനെയാണ് നിതീഷ് കുമാറിനെ, ഇപ്പോൾ അദ്ദേഹം കുർമി എന്ന് പറയുന്ന ഒരു വലിയ പിന്നോക്ക സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധിയാണ്. ഇപ്പോൾ JDU എന്നൊക്കെ പറയുന്നതിൻ്റെ സാമൂഹ്യ പിൻബലം എന്ന് പറയുന്നത് കിഴക്കൻ ബീഹാറിലെ വിപുലമായ രീതിയിലുള്ള യാദവർക്ക് തന്നെ സമാനമായ ഒരു കുർമി കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അത്തരം സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം റിസർവേഷൻ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ BJPയുടെ RSSൻ്റെ നിലപാടല്ല. അപ്പോൾ ഓരോ കാര്യത്തിലും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പിന്തുണ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുമ്പം വലിയ രീതിയിലുള്ള വെല്ലുവിളി അതിൻ്റെ മുമ്പിൽ വരും. അപ്പോൾ ആ സംഭവഗതികളെയെല്ലാം തന്നെ നിരീക്ഷിക്കാനാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്താണ് ഇതിൽ TDP ആയാലും JDU ആയാലും നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ ഘട്ടത്തിൽ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം എന്ന നിലപാടുണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ത്യയിലെ മാറി മറിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവരെടുക്കാൻ പോകുന്ന നിലപാടുകൾ എന്തായിരിക്കുമെന്ന് കണ്ടറിയണം. പക്ഷേ ഇപ്പോൾ ഒരു ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ കക്ഷി എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർലമെൻറ്റിലെ കക്ഷിയെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ NDAയുടെ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ജനാധിപത്യപരമായി നിരീക്ഷിക്കുകയും അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളെയും വിള്ളലുകളെയും ഒക്കെ തന്നെ ശരിയായി മനസ്സിലാക്കി ഇന്ത്യ മുന്നണി തീർച്ചയായിട്ടും എന്താണ് BJPയുടെ ഒരു അജണ്ട, RSSൻ്റെ ഒരു അജണ്ട നടപ്പാക്കുന്ന തടയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഗവൺമെൻറ് രൂപീകരണത്തിലേക്കും വന്നേക്കാം. ആ രീതിയിലുള്ള ഒരു വെയിറ്റിംഗ് ആണ്, ഒരു കാത്തിരിപ്പാണ് ഇന്ത്യ മുന്നണി ഈ നിരീക്ഷണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു തരത്തിലുള്ള ജനാധിപത്യവും ഇല്ലാതെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇവിടെ നിഷാദ് തന്നെ സൂചിപ്പിച്ചല്ലോ, തൻ്റെ പോക്കറ്റിൽ എന്താണ് രാഷ്ട്രപതിയുടെ ഒരു വിജ്ഞാപനത്തിൻ്റെ കടലാസുമായി വന്നിട്ടാണ് ചരിത്രപരമായി ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്ത കാശ്മീരിൻ്റെ പ്രത്യേക പദവി 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതായി പ്രഖ്യാപിച്ചത്. പാർലമെൻറ്റിൻ്റെ 2 മണ്ഡലങ്ങളോടും അങ്ങേയറ്റം അനീതികരമായ അപമാനകരമായ രീതിയിലുള്ള ഒരു നിലപാടാണ് ഒരു നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ പോലും മിസ്റ്റർ അമിത്ഷായും നരേന്ദ്രമോദിയും കാണിച്ചത്. ഇതെല്ലാം സഹിച്ചവരാണ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും പുറത്തുമുള്ള മതനിരപേക്ഷ ജനാധിപത്യത്തെ പ്രതിദാനം ചെയ്യുന്ന എല്ലാ കക്ഷികളും വ്യക്തികളും. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെയുള്ള ഒരു നടപടിക്കും സാധ്യമല്ലാത്ത രീതിയിൽ അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തുടർഭരണം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ മതനിരപേക്ഷ ശക്തികളെ സംബന്ധിച്ചിടത്തോളം സമാശ്വാസകരമായിട്ടുള്ളത് അവർക്ക് കഴിഞ്ഞതുപോലെ സ്വേച്ഛാധിപത്യപരമായ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ പ്രവർത്തിക്കേണ്ടി അവരതിന് നിർബന്ധിതമാകും. അടുത്തൊരു വസന്ത്, ഇതിനകത്ത് ഇപ്പോൾ നിതീഷ് കുമാർ ഒപ്പം തന്നെ ചന്ദ്രബാബു നായിഡു ഇവരൊക്കെ കൂടി നരേന്ദ്രമോദിയെ സമ്മർദ്ദത്തിലാക്കും, അതിൻ്റെ ഒരു പ്രതിസന്ധിയെ NDA മുന്നണി അനുഭവിക്കും എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കാണുന്നുണ്ട്. സത്യത്തിൽ നിതീഷ് കുമാർ അങ്ങനെ ഈ സർക്കാരിനെ ഒരു പ്രയാസത്തിലാക്കണം, സമ്മർദ്ദ രാഷ്ട്രീയത്തിലൂടെ ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കണം എന്ന ആഗ്രഹം ഇപ്പോഴുള്ള ആളാണോ? അദ്ദേഹം കുറച്ചുകൂടി സഹകരണ മനോഭാവത്തിലാണ് NDAയിലുള്ളതെന്നാണ് നമ്മൾ കാണുന്നത്. അല്ല ശ്രീ നിഷാദ്, അങ്ങേക്ക് അറിയാമല്ലോ നിതീഷ് ആദ്യം NDA വിടുന്നത് എന്തുകൊണ്ടാണ്? ആദ്യമായി നിതീഷ് കുമാർ NDA വിടുന്നത് അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതും സഹമന്ത്രിയാണ്, അദ്ദേഹത്തിനല്ല അദ്ദേഹത്തിന്റെ പാർട്ടി. ആ സഹമന്ത്രി സ്ഥാനം കൊടുക്കാൻ പറ്റില്ല എന്ന് മോദി പറയുന്നു. അന്നത്തെ ഡൽഹി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ മോദിയെ കാണാൻ സമയം ആവശ്യപ്പെട്ടിട്ട് കാണാൻ സാധിക്കുന്നില്ല. നിതീഷ് കുമാർ പറയുന്നു, ഞാൻ ഈ മുന്നണി സംവിധാനം വിടുകയാണ്, ഇവിടെ മുന്നണിയില്ലല്ലോ, ഇവിടെ താനാശായാണുള്ളത്, ഏകാധിപതിയാണുള്ളത്, അതുകൊണ്ട് ഞാൻ ഈ മുന്നണി സംവിധാനം വിടുന്നു. അന്ന് മോദി അമിത്ഷായും പറഞ്ഞു, ഇതാ നോക്കൂ, ഒരു കള്ളൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ആ കള്ളനെ തിരിച്ചറിയാൻ ഞങ്ങൾ വൈകിപ്പോയി, ഇനി ഈ കള്ളനുമായ ഒരു കൂട്ടുകെട്ടുമില്ലെന്നേ എന്നല്ലേ പറഞ്ഞത്. ഇപ്പോ ആ താനാശായിക്ക് തരിച്ചു ഭരിക്കാൻ പറ്റത്തില്ല എന്നായപ്പോ നേരത്തെ സമയം കൊടുക്കാത്ത അതേ നിതീഷിനെ അമിത്ഷായ്ക്ക് പകരം തൊട്ടപ്പുറത്ത് പിടിച്ചിരുത്തേണ്ട ഗതികേടിലേക്ക് മോദി എത്തിയില്ലേ? മോദിയുടെ പ്രചരണ ആയുധം തന്നെ ഒരു ഏകാധിപതിയുടെ ബോഡി ലാംഗ്വേജോട് കൂടി ഒരു ഏകാധിപതിയുടെ ശബ്ദമായിരുന്നില്ലേ? 400+. ഇപ്പൊ പ്രിന്റു മഹാദേവൻ പറയാണ്, ഞങ്ങൾ 370 ഞങ്ങൾ ഉദ്ദേശിച്ചത്, എല്ലാം കൂടെ കൂട്ടി
എന്റെ പ്രിന്റു നിങ്ങളുടെ മോദിയുടെ പ്രസംഗമുണ്ട്. മോദി പറഞ്ഞത് BJP ഒറ്റയ്ക്ക് 370, സഖ്യകക്ഷികളെ ചേർത്ത് 410. അങ്ങനെ വളരെ കൃത്യമായി നിങ്ങൾ പറഞ്ഞ സീറ്റുകളിൽ നിന്ന് 100ഓളം സീറ്റുകളിൽ നിങ്ങൾ പുറകോട്ട് പോയിരിക്കുന്നു. നിങ്ങൾക്ക് യാതൊരുവിധ ഭൂരിപക്ഷവും ഇല്ലാത്ത രീതിയിൽ പറയാവുന്ന വർഗീയതയും പറയാവുന്ന കൊള്ളരുതായ്മയും പറയാവുന്ന വൃത്തികേടും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോലും, എന്നിട്ടാണ് ഇത്ര സീറ്റ് കിട്ടിയത്, അത്രയും വിളിച്ചു പറഞ്ഞിട്ട് പോലും ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ എത്തിയെങ്കിൽ നിങ്ങൾ നേരിട്ട് ആന്റി ഇൻകൺവെൻസിയാണ്, നിങ്ങളുടെ തലക്കേറ്റ അടിയാണ് ഇതെന്ന് തിരിച്ചറിയണ്ടേ. അപ്പോ ഇപ്പൊ നേരത്തെ നിഷാദ് ചോദിച്ചതുപോലെ നിതീഷ് എത്ര കാലം അവിടെ ചേർന്ന് നിൽക്കും? എത്ര കാലം നിതീഷിന് അവിടെ ചേർന്ന് നിൽക്കാൻ പറ്റും? മുമ്പ് ഒരു ചർച്ചയിൽ, നമ്മൾ ഒരുമിച്ചുള്ള ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, കേന്ദ്ര ഏജൻസികൾ എടുത്തിരിക്കുന്ന കേസുകളിൽ BJP നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകളുണ്ട്. 6 കേസുകൾ BJP നേതാക്കൾക്കെതിരെ, NDA നേതാക്കൾക്കെതിരെ. അതായത് മോദി, അമിത്ഷാ, അച്യുതണ്ടായി BJP മാറിയ കാലം തൊട്ട് അതിനെ ചോദ്യം ചെയ്ത നേതാക്കൾ, 1 രാജസ്ഥാനിലെ വസുന്ധര രാജ സിന്ധ്യ, 2 RSSന് പ്രിയങ്കരനായ നിതിൻ ഗഡ്കരി, 3 മീനാക്ഷി ലേഖി, ഹർഷവർദ്ധൻ, ഇങ്ങനെ RSSന്റെ നോമിനീസ് ആയിട്ടുള്ള നേതാക്കൾ, ഇവരിൽ പലർക്കുമെതിരെ ED കേസെടുത്തിട്ടില്ലേ? ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞില്ലേ, ഈ നമ്മുടെ വസുന്ധര രാജസിന്ധ്യയുടെ മകനെതിരെ കേസെടുത്തു. കേസെടുത്തിട്ട് ഒടുക്കം അവർ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് കേസ് പിൻവലിക്കുന്നത്. അതായത് ഒരു അവസരം കിട്ടിയാൽ മോദി, അമിത്ഷാ, അച്യുതണ്ടിനെ തച്ചു തകർക്കാൻ കാത്തിരിക്കുന്നവർ ആ പാളയത്തിൽ തന്നെ ഉണ്ട്. ഈ ചർച്ചയുടെ ഫസ്റ്റ് ഘട്ടത്തിൽ നിഷാദ് അങ്ങും BJP പ്രതിനിധിയും കൂടെ പറഞ്ഞത് NDA വിട്ട് നിതീഷ് പോകുമോ, NDA വിട്ട് TDP പോകുമോ എന്നാണ്. പക്ഷെ ഞാൻ കാണുന്നത് അടുത്ത വർഷം RSS രൂപീകൃതമായിട്ട് 100 വർഷമാകുന്നു. സ്വാഭാവികമായി RSSനെ സംബന്ധിച്ച് അടുത്ത വർഷം രാജ്യത്ത് ഭരണം ഉണ്ടാവണമെന്നത് അവരുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് തൽക്കാലം ഒരു പാളയത്തിൽ പട ഉണ്ടാക്കാൻ RSS താല്പര്യപ്പെടില്ല. പക്ഷേ 2025 ശേഷം സ്വാഭാവികമായും നമ്മുടെ നിതിൻ ഗഡ്കരിയെ പ്രൈം മിനിസ്റ്റർ ആക്കണം, മോദി മാറി നിൽക്കട്ടെ എന്ന് RSS പറയും. അങ്ങനെ പറയുമ്പോൾ മോദി, അമിത്ഷാ, അച്യുതണ്ട് പറയും പറ്റില്ല, ഇത് RSS അല്ല കേട്ടോ, ഞാൻ ദൈവമാണ്, ദൈവമല്ലേ RSSനേക്കാൾ വലുത്, അതുകൊണ്ട് ദൈവം പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞ് അവർ തന്നെ BJP പാളയത്തിൽ തന്നെ അടിയുണ്ടാവും. NDA പാളയം അവിടെ നിൽക്കട്ടെ, BJP പാളയത്തിൽ തന്നെ അടിയുണ്ടാവും. അവിടെയാണ് ഞങ്ങൾ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ പറഞ്ഞത്, ഞങ്ങൾ സമയോചിതമായി പെരുമാറും, വളരെ കൃത്യമായി ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിച്ചു പിടിക്കാൻ ഇടപെടും. ഞങ്ങളുടെ 2 മുദ്രാവാക്യങ്ങൾ എന്തായിരുന്നു? ഞങ്ങൾ 400+ പറഞ്ഞില്ല, ഞങ്ങൾ ബൻസ്വാരയിൽ പോയി മുസ്ലിങ്ങൾക്ക് കെട്ടുതാലി പറിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞത് രാജ്യമൊട്ടുക്ക് നടന്ന് രാഹുൽ ഗാന്ധി നെഞ്ചോട് ചേർത്ത് പിടിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കും എന്നായിരുന്നു, ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുമെന്നാണ്. അത് ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടു. കാര്യം ഒറ്റയ്ക്ക് ഒരു ഏകാധിപതിക്ക് ഇതില്ലാത്തത് കൊണ്ട്, ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് അത് ഏറെക്കുറെ ആശാവകമായ രീതിയിലാണ് ഈ റിസൾട്ട് വന്നിരിക്കുന്നത്. രണ്ടാമതായി ഞങ്ങൾ പറഞ്ഞു, നോക്കൂ, ഈ താനാശ ഇത്തവണ വരില്ല, ഈ ഏകാധിപതി ഇത്തവണ വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതും പൂർത്തിയായി കഴിഞ്ഞു. 3, സ്വാഭാവികമായും ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് വരണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, ഇല്ല എന്ന് ഞങ്ങൾ പറയില്ല. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല, അതിനുള്ള പരുവപ്പെടലായിട്ടില്ല. അതാകുന്നത് വരെ പ്രതിപക്ഷത്ത് കാത്തിരിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തരുന്ന, കഴിഞ്ഞ 10 വർഷം ഞങ്ങൾക്ക് ടെക്നിക്കാലിറ്റിയുടെ പേരിൽ തരാതിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം, ആ നേതൃസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ മോദിയെയും അമിത്ഷായെയും വളരെ കൃത്യമായി വെള്ളം കുടിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനം. ഇനി ഞങ്ങൾ പറഞ്ഞാണല്ലോ ജനാധിപത്യത്തിന്റെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളെടുത്ത തീരുമാനത്തെ ആ നിലയ്ക്ക് മാനിക്കാൻ തീരുമാനിച്ചു എന്നാണ്. പക്ഷേ ഈ കാണുന്ന പോലെയുള്ള BJPയിലെ ആഭ്യന്തരമായി രൂപപ്പെടുമെന്ന് വിചാരിക്കുന്ന, RSS നടത്തുമെന്ന് വിചാരിക്കുന്ന ഇടപെടൽ, അതിന്റെ സാധ്യത എന്തുമാത്രം ഉണ്ടെന്നാണ് ശ്രീ നിസാം സെയ്ദ്. ഇതൊരു സവിശേഷമായ സാഹചര്യമാണ്. കാരണം നരേന്ദ്രമോദി, അമിത്ഷായും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ആ റിസൾട്ടിന്റെ ഒരു തുടർച്ചയിൽ അതിന് ഇൻഹൗസ് സംഭവിക്കാൻ പോകുന്ന സംഗതികൾ എന്തൊക്കെയാണ് എന്നാണ് താങ്കളുടെ റീഡിംഗ്? നിഷാദ്, നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുന്നു എന്ന് നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പുതിയ മന്ത്രിസഭാ രൂപീകരണം ആരംഭിക്കേണ്ടത് ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ, അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാം എന്ന പ്രസിഡന്റ് വിചാരിക്കുന്ന കക്ഷിയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ആ നിയമസഭാ കക്ഷിയുടെ നേതാവിനെ തിരഞ്ഞെടുത്ത് അതിനുശേഷം അവരുടെ മുന്നണി യോഗം ചേർന്ന് പ്രസിഡന്റിന് കത്ത് കൊടുത്തതിന് ശേഷമാണ് ഒരു മന്ത്രിസഭാ രൂപീകരണ പ്രക്രിയ ആരംഭിക്കുന്നത്. ഇന്നലെ NDAയുടെ യോഗം ചേർന്നു, നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുത്തു, പ്രസിഡന്റിന് കത്ത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് ഈ നിമിഷം വരെ പ്രസിഡന്റിന് കത്ത് കൊടുക്കാൻ NDA നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. അതിന് പ്രധാന കാരണം BJPയുടെ പാർലമെന്ററി പാർട്ടി ഇതേവരെ യോഗം ചേർന്നിട്ടില്ല. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് 2014-ലും 2019-ലും ഒരു
ഔപചാരികത ആയിരുന്നു. പക്ഷേ എന്നാൽ ഇന്നത്തെ സ്ഥിതിയിൽ അതൊരു ഔപചാരികത മാത്രമല്ല എന്നാണ് ഡൽഹിയിലെ ഉപശാലകളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ. അവിടെ പലവിധ ചർച്ചകൾ നടക്കുന്നു, പലവിധ സാധ്യതകൾ ആരായപ്പെടുന്നു. ആ ചർച്ചകളുടെ ഫലമായി മറ്റു പല പുതിയ പേരുകളും വരുന്നു. ശിവരാജ് സിംഗ് ചൗഹാനെ പെട്ടെന്ന് മധ്യപ്രദേശിൽ നിന്നും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. ചില മന്ത്രിസഭ രൂപീകരണത്തെ സംബന്ധിച്ച് തന്നെ ഉന്നത തലത്തിൽ പല ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെയുള്ള വ്യത്യസ്തമായ വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടേതായിരിക്കുമെന്ന് 100% ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഥവാ ഇനി നരേന്ദ്രമോദി തന്നെയാണ് വീണ്ടും പ്രധാനമന്ത്രിയായി വരുന്നതെങ്കിൽ ആ നരേന്ദ്രമോദി നമുക്കെല്ലാം അറിയാം 2014-ലെയും 2019-ലെയും അധികാരമേറ്റെടുത്ത ശക്തനായ നരേന്ദ്രമോദിയല്ല. അത് സ്വന്തം മണ്ഡലത്തിൽ പോലും വിജയിക്കാനായി ബുദ്ധിമുട്ടേണ്ടി വന്ന നരേന്ദ്രമോദിയാണ്. സ്വന്തം പാർട്ടിക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ പ്രകടനത്തിന് നേതൃത്വം വഹിക്കേണ്ടി വന്ന നേതാവാണ്. തന്റെ പാർട്ടിയെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഇല്ലാതാക്കിയ നേതാവാണ്. അദ്ദേഹത്തിന് പഴയതുപോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന് ആർട്ടിക്കിൾ 370 റിപ്പീൽ ചെയ്യുന്നു എന്ന് പറയാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് എന്നുള്ളതാണ്. ഹിന്ദുത്വ രാഷ്ട്രീയം നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് പോലെ, അമിത്ഷാ ഉദ്ദേശിക്കുന്ന പോലെ, എന്തിന് RSS ഉദ്ദേശിക്കുന്നത് പോലെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മാൻഡേറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായിരിക്കുന്നത്. ഇതൊരു കോalition ഗവൺമെന്റിന്റെ ഉള്ള മാൻഡേറ്റാണ്. ഒരു കോalition ഗവൺമെന്റിന്റെ അടിസ്ഥാന സ്വഭാവം എന്തായിരിക്കണം? ആ അടിസ്ഥാന സ്വഭാവം അവരെ കൂട്ടിച്ചേർക്കുന്ന ഒരു ഗ്ലൂ, ഒരു പശ എന്തെങ്കിലും ഒന്നുണ്ടാവണം. ഈ കോalitionനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരെ കൂട്ടിച്ചേർക്കുന്ന ആ വ്യത്യസ്തമായ ആ ഘടകം എന്താണ്? അത് അധികാരം മാത്രമാണ്. അധികാരത്തിനപ്പുറത്ത് ആശയപരമായി, ആദർശപരമായി, പ്രത്യയശാസ്ത്രപരമായി യാതൊരു ഐക്യവുമുള്ള പാർട്ടികളല്ല ഇന്ന് ഇന്ത്യയിലുള്ളത്. നമുക്കറിയാം നിതീഷ് കുമാറിന്റെ സോഷ്യലിസ്റ്റ് ഐഡിയോളജിയും നരേന്ദ്രമോദിയുടെ ഹിന്ദുത്വ ഐഡിയോളജി എത്രമാത്രം ഒത്തുപോകാൻ പറ്റുമെന്നുള്ളത് അവർ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു താൽക്കാലിക സംവിധാനം എന്നുള്ള നിലയിൽ മാത്രമാണ്. ചന്ദ്രബാബു നായിഡുവിന്റെ കാര്യവും വ്യത്യസ്തമല്ല. ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അദ്ദേഹത്തിന്റെ തന്നെ പ്രവർത്തന ശൈലിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു യഥാർത്ഥ കൂട്ടുകക്ഷി സർക്കാരിന് നേതൃത്വം കൊടുത്ത് പരിചയമോ അനുഭവ സമ്പത്തോ ഒന്നുമുള്ള ആളല്ല. അദ്ദേഹം വാജ്പേയിയെ പോലെ വഴക്കമോ ഒതുക്കമോ മിതത്വമോ ഉള്ള ഒരാളല്ല. എപ്പോഴും അധികാരത്തെ ഉപയോഗിക്കുക, അധികാരത്തിന്റെ ശക്തിയെ ഉപയോഗിക്കുക, അങ്ങനെ മറ്റു പാർട്ടികളെ വരുതിയിൽ വരുത്തുക, സംവിധാനങ്ങളെ ഉപയോഗിക്കുക, സ്ഥാപനങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് എന്നും നരേന്ദ്രമോദിയുടെ രീതി. ആ രീതി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്കറിയാം അദ്ദേഹത്തിന് മരിക്കേണ്ടി വരുന്നത്, തൻ്റെ കൂടെ നിർത്തേണ്ടി വരുന്നത് ഏറ്റവും പരിചയസമ്പന്നരായ, രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണെങ്കിൽ ആ കലയിലെ ആചാര്യന്മാരായ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും. നിതീഷ് കുമാർ ആദ്യമായി NDA മുന്നണി വിട്ടത് എന്തിനാണെന്ന് നമുക്കറിയാവും. നരേന്ദ്രമോദിയെ NDAയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് 2010 നിതീഷ് കുമാർ NDA ആദ്യമായി വിടുന്നത്. അന്ന് ഇരുവരും തമ്മിലുണ്ടായിട്ടുള്ള മനസ്സിലുണ്ടായിട്ടുള്ള വിശ്വാസരാഹിത്യം ഇന്നും ഒരു കുറവുമില്ലാതെ തുടരുന്നു എന്നുള്ളത് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല പ്രിൻറ്റു, അത് കേൾക്കൂ. നോക്കൂ, ഈ പറയുന്ന രണ്ട് നേതാക്കൾക്കും രണ്ട് പാർട്ടികൾക്കും NDAയിൽ നിന്ന് വലിയ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിസാം സെയ്ദ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാണിക്കുന്നതിൽ വിയോജിച്ച് ഇറങ്ങിപ്പോയാൽ, പിന്നീട് ക്യാബിനറ്റിൽ മതിയായ റെപ്രസെന്റേഷൻ കിട്ടാത്തതിന്റെ പേരിൽ പിണങ്ങി മാറി നിന്നയാൾ എന്ന സവിശേഷത ഉണ്ട് എന്ന കാര്യം ഓർക്കണം. രണ്ടാമത്തേത്, ചന്ദ്രബാബു നായിഡു ഞങ്ങൾക്കൊരിക്കലും നരേന്ദ്രമോദിയുടെ എന്ന ഫാക്ടറിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ്. ഞങ്ങൾ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ സഖ്യകക്ഷിയായ ആളാണ് എന്ന് തുറന്നു പറഞ്ഞ ആളാണ്. അപ്പം നിസാം പറയാണ് ഇത് ഐഡിയോളജിക്കൽ അലൈസ് അല്ല, കോണ്ടെക്സ്ച്വൽ ആണ് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളും. അതുകൊണ്ട് അല്ല, മുന്നണികൾ, ആ മുന്നണികൾ സിനിസാം വേഗം പറയും. ഒരു കാര്യം,
ഈ മുന്നണി നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ മുന്നണിയുമായി കൂട്ടുകക്ഷി സർക്കാരുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യമാകുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിതീഷ് കുമാറോ ചന്ദ്രബാബു നായിഡുവോ ഈ മുന്നണി വിട്ടുപോകും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഈ മുന്നണി രൂപീകൃതമായാൽ ഉടൻ തന്നെ മന്ത്രിസഭ രൂപീകൃതമാകുന്ന അന്ന് തൊട്ട് തന്നെ അവരുടെ പാർട്ടികളെ പിളർത്താനുള്ള നീക്കമുണ്ടാകും എന്ന് ഇരുവർക്കും തീർച്ചയായും അറിയാം. അതുകൊണ്ട് തന്നെ സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ അവർ ഈ നരേന്ദ്രമോദിയുടെ ഓരോ നീക്കത്തെയും വീക്ഷിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ അവർ സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടുന്നത് അങ്ങനെ പിളർത്താൻ ഒരു നീക്കമുണ്ടായാൽ ആ നീക്കത്തെ ചെറുക്കുക എന്നുള്ളതാണ്. ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊരു ഘട്ടത്തിൽ നരേന്ദ്രമോദി തന്നെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് ഈ മന്ത്രിസഭ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവസരമൊരുക്കും. അവസരമുണ്ടായില്ലെങ്കിൽ ആ അവസരം അദ്ദേഹം സൃഷ്ടിക്കും. എന്തായാലും ഈ മന്ത്രിസഭയ്ക്ക് ഒരു ദീർഘകാലത്തെ കാലാവധി ഉണ്ടാകുമെന്ന് കരുതാൻ യാതൊരു യാഥാർത്ഥ്യബോധത്തോടുകൂടി നമുക്ക് കഴിയുന്നില്ല. ശരി. അല്ല, പ്രിന്റു അതിന് മറുപടി പറയും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അങ്ങനെ പൂർണ്ണമായും ജെല്ലായിട്ടുള്ള ഐഡിയോളജിക്കൽ അലൈസ് അല്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് കേവല അധികാരമോഹമല്ലാതെ മറ്റൊന്നുമല്ല ഈ സംഘത്തെ ഇപ്പോൾ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നിങ്ങളാണല്ലോ അപ്പുറത്ത് അധികാരമോഹികളുടെ സംഘം എന്ന് ആക്ഷേപിച്ചത്. ഇവിടെയും അധികാരമോഹികളുടെ സംഘമാണ്. അല്ലാതെ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം വീണ്ടെടുക്കാനും ഇന്ത്യയിലെ മെജോറിറ്റി കമ്മ്യൂണിറ്റി ഇവിടെ നഷ്ടപ്പെട്ടവരെല്ലാം വീണ്ടെടുക്കാൻ, അതാണ് BJP. അപ്പുറത്ത് അവരങ്ങനെയുള്ളവരല്ല. അപ്പോൾ നിങ്ങൾ അധികാരമോഹികളുടെ കൂട്ടമാണ്. അധികാരം ഏതെങ്കിലും തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടാൽ ഇത് പൊളിയും എന്നതാണ്. നിങ്ങൾ അവരെ ആക്രമിക്കുമോ, നിങ്ങൾ അവരെ വീഴ്ത്തുമോ എന്ന ഭയത്താലാണ് അവരവിടെ ഇരിക്കുന്നത് പോലും. നിഷാദ് സാർ, അതെങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ ചോദിക്കട്ടെ, 240 ഫിക്സഡ് ആയിട്ടുള്ള സീറ്റുകളുള്ള പ്രസ്ഥാനമാണ് BJP. ഈ പറയുന്ന മുന്നണി സംവിധാനങ്ങൾ ആകെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് 233 ഉള്ളൂ സാർ. നിങ്ങൾ 240 ഉള്ള കക്ഷിയല്ലേ ഇന്ത്യ ഭരിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഈ ശിവസേനയുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് യോജിക്കാൻ പറ്റുക? ശിവസേനയുമായിട്ട് മുസ്ലിം ലീഗിന് എങ്ങനെയാണ് യോജിക്കാൻ പറ്റുക? അപ്പോൾ ഈ മുന്നണി സംവിധാനങ്ങളെല്ലാം കൂടിയിട്ടുള്ളത് ഈ അധികാരത്തിന്റെ അപ്പക്കഷ്ടങ്ങൾ നൂരാൻ തന്നെയല്ലേ? അപ്പോൾ അത് ഓപ്പോസിറ്റ് ബാധകമാണല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ 26 മുന്നണികളുടെ പ്രത്യയശാസ്ത്രം നിങ്ങളെ വീഴ്ത്തുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ ചേരാത്തവയെ ചേർത്തുകൊണ്ടാണ് സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ അതിനെ ആക്ഷേപിച്ചവരാണ്. ആക്ഷേപിച്ച നിങ്ങൾ അധികാരമോഹികളുടെ ഒരു സംഘം സർക്കാർ ഉണ്ടാക്കുന്നു. നിങ്ങൾ സുസ്ഥിരതയെ കുറിച്ച് പറഞ്ഞവരാണ്. ഇപ്പൊ നിങ്ങൾ സുസ്ഥിരമല്ലാത്ത ഒരു സർക്കാർ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, നിസാം സയ്യിദ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, മോദി നയിക്കുമ്പോഴും മോദിയെ കുറിച്ച് ഈ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾക്കും അതിന്റെ നേതാക്കൾക്കും അവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് TDP ബലം പിടിക്കുന്നത്, ഞങ്ങൾക്ക് വേണം ലോക്സഭാ സ്പീക്കർ പദവിയെന്ന്. അല്ല, ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ കക്ഷികൾക്ക് എന്തൊക്കെ അവർക്ക് ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ടല്ലോ. ഒരു മുന്നണി സംവിധാനമാണല്ലോ സാർ. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നിതീഷ് കുമാറുമായിട്ടും ചന്ദ്രബാബുമായിട്ടും വളരെ നല്ല രീതിയിലുള്ള സഖ്യവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള പ്രസ്ഥാനമാണ് BJP അല്ലെങ്കിൽ NDA. നമ്മൾ മനസ്സിലാക്കണം, 162 സീറ്റുകൾ മാത്രമുള്ള സമയത്ത് 180, പിന്നെ അത് 182 സീറ്റുകളുള്ള സമയത്ത് 6 വർഷം ഭരിച്ച പ്രസ്ഥാനമാണ് BJP. അതിനേക്കാൾ കരുത്തരാണ് ഞങ്ങൾ. 240 ഫിക്സഡ് ആയിട്ടുള്ള സീറ്റുകൾ ഞങ്ങൾക്കുണ്ട്. ആ 204ന്റെ ഫിക്സഡ് ആയിട്ടുള്ള, അതായത് ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സഖ്യകക്ഷികൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാലും ഈ ഇന്ത്യ മഹാരാജ്യത്ത് 240 സീറ്റുകൾ BJPക്ക് എന്ത് തന്നെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും 240 സീറ്റുകൾ ഉണ്ടാകും എന്ന്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല, അങ്ങനെയല്ലല്ലോ സാർ. ഫിക്സഡ് ആയിട്ട് 200 മുന്നണി സമയം ഞങ്ങൾ NDA ആണല്ലോ സാർ. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്കല്ല മത്സരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ NDA എന്ന് പറയുന്നൊരു ബാനർ പിടിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിനേക്കാൾ മുമ്പുള്ള സഖ്യമാണ്. ഇന്ത്യ സഖ്യം വന്നത് ഇലക്ഷന്റെ ഒരു 8 മാസം മുമ്പല്ല സാർ. NDA എന്ന് പറയുന്നത് ഈ രാജ്യത്ത് അത് വാജ്പേയിയുടെ കാലഘട്ടം. സഖ്യം എന്ന് പറയാൻ തുടങ്ങിയത് എന്താണ്? ഈ ND സഖ്യം പറയാൻ തുടങ്ങിയത് എന്താണ്? അതുകൂടെ പറ. നിങ്ങൾ നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് കിട്ടിയത്, നരേന്ദ്രമോദി ചോദിച്ചത് എന്താണ്? നരേന്ദ്രമോദി ചോദിച്ച അലയൻസ് ഗവൺമെന്റ് വോട്ട് ചെയ്യല്ലേ, ചെയ്യണപ്പോ എനിക്ക് ചെയ്യാന്നാ പറഞ്ഞത് എല്ലായിടത്തും. അല്ല, തോറ്റു കഴിഞ്ഞപ്പോഴല്ലേ ND സഖ്യം എന്ന് പറയാൻ തുടങ്ങിയത്. ആളുകൾ വോട്ട് ചെയ്തില്ല നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അല്ല, ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് സാർ ഈ രാജ്യത്ത് ND സഖ്യം അല്ല പറഞ്ഞത്. ND സഖ്യം, ND നിങ്ങളുടെ സഖ്യമില്ലേ ND സഖ്യം, അതേക്കുറിച്ച് ഞാൻ പറയുന്നത്. അല്ല, NDA സഖ്യത്തിന് എന്താ സാർ പ്രശ്നം? ഞങ്ങൾ NDAയുടെ പ്രകടന പത്രികയാണ് ഇറക്കിയിട്ടുള്ളത്. NDA സഖ്യം അല്ല, NDA സഖ്യം എന്നല്ല അതിന് പറയേണ്ടത്. ND സഖ്യം അല്ലല്ല, NDA സഖ്യമല്ല, ND സഖ്യം അങ്ങനെ പറയൂ. എന്താ അങ്ങ് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. നിങ്ങൾ അവിടെ ഇന്ത്യ എന്ന് പേരിട്ടപ്പോ ഇന്ത്യയുടെ അവസാനത്തെ അലയൻസിന്റെ A മാറ്റി അതിനെ ND സഖ്യം എന്ന് വിളിക്കുകയാണെങ്കിൽ നിങ്ങളെ ND സഖ്യം എന്ന് വിളിക്കണം. അതല്ലേ മര്യാദ? അല്ല, അങ്ങനെ ഇപ്പോ
അല്ല, നിഷാദ് റാവുത്തർ ഒരു ആങ്കറിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പോലെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം അല്ല, ലീഗിന്റെ ഞാൻ നേതാവിനെ പറഞ്ഞത് പോലെ അങ്ങനല്ലല്ലോ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് പ്രിന്റു കുഴപ്പമില്ല. മഹാദേവൻ എന്നാണ് പക്ഷേ താങ്കളുടെ ഞങ്ങളെ പേര്. സംബന്ധിച്ചിടത്തോളം താങ്കളുടെ പേര് പ്രിന്റു മഹാദേവൻ എന്നാണ്. പക്ഷെ ഞാൻ വേറെ പേരെ വിളിക്കൂ, ഞാൻ വിജയനെ വിളിക്കൂന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത് താങ്കളുടെ ഒരു റൈറ്റാണ്, താങ്കളുടെ പേര് താങ്കളെ വിളിക്കുക എന്നുള്ളത്, അല്ലേ? അതാണ് അതിന്റെ മര്യാദ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ. അല്ല, അത് ഇന്ത്യ സഖ്യമെന്നൊക്കെ സാർ, ഞങ്ങളാരും ഇന്ത്യ സഖ്യമെന്ന് ഞങ്ങൾ അതിനെ ട്രോളാനോ കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ NDA സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട്, കൃത്യമായ പോളിസികളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. നിങ്ങൾക്കിപ്പോൾ BJPയുടെ വസന്തൊക്കെ പറഞ്ഞ് 400 സീറ്റിൽ നിന്ന് 100 കുറഞ്ഞെന്നാ. 400 സീറ്റ് എന്ന് പറയും ഞങ്ങൾ മിനിമം ടു മാക്സിമം, അതാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇന്ത്യ ഭരിക്കാൻ ആവശ്യമായിട്ടുള്ള 272 പ്ലസ് 305 MP-മാരെ സൃഷ്ടിച്ചുകൊണ്ടാണ് NDA ഭരണത്തിലേക്ക് പോകുന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കിങ്ങനെ അപ്പുറത്ത് നിരീക്ഷിച്ചും പരീക്ഷിച്ചും ഇതാ നിതീഷ് എന്ത് ചെയ്യുന്നു, ചന്ദ്രബാബു ഇന്ത്യ സഖ്യത്തിന് ഒന്നും NDAക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നരേന്ദ്രമോദി അതിനെ വിജയകരമായി കൊണ്ടു നടക്കും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കെ ടി കുഞ്ഞിക്കണ്ണൻ, അസ്ഥിരമായ ഒരു സർക്കാരിനെയാണ് ഞങ്ങൾ നയിക്കുന്നത് എന്ന് നന്നായി അറിയാമായിരിക്കുമല്ലോ അമിത്ഷായ്ക്കും മോദിക്കും. അതുകൊണ്ട് തന്നെ അതിന് സുസ്ഥിരത ഉറപ്പാക്കുക എന്നത് എപ്പോഴത്തെയും അവരുടെ ആലോചനയായിരിക്കും. അതിൻ്റെ കണ്ണുകൾ വന്ന് പതിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ ആയിരിക്കുമോ? ഒപ്പം നേരത്തെ പറഞ്ഞ സാധ്യതകളും. സോ നിങ്ങൾക്ക് ഒരു അധികാരരഹിതമായി പ്രതിപക്ഷത്തിരിക്കുക നീണ്ടകാലമായല്ലോ, അത് എത്രമാത്രം കംഫർട്ടബിൾ ആയിരിക്കും, എന്തുമാത്രം സുരക്ഷിതമായിരിക്കും അത്? അല്ല, അധികാരരഹിതമായി പ്രതിപക്ഷത്തിരിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലുണ്ട്. കാരണം ഹിന്ദുത്വ അധികാരത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള വലിയ കോർപ്പറേറ്റ് പിന്തുണയോടുകൂടിയുള്ള ഒരു അജണ്ടയാണ് BJP. അതിനോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് മിനിമം ചില കാര്യങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ യോജിച്ചിരിക്കുന്നത്. അതൊന്ന് ഫെഡറലിസം തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ നിതീഷ് കുമാറും TDPയും ഒക്കെ തന്നെ ഇന്ത്യ മുന്നണിയോട് കൂടുതൽ അടുക്കാനുള്ള സാധ്യത കാണുന്നത് അവരിപ്പോൾ BJP സർക്കാരിലേക്ക് പോയിരിക്കുന്നത് ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി വെച്ചുകൊണ്ടാണ്. കാരണം അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കണേ ഞങ്ങളുടെ പിന്തുണ വേണം. അതുകൊണ്ട് എന്താണ്, ഞങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് അവർ ഫെഡറലിസത്തിൻ്റെ സംസ്ഥാന അധികാരത്തിൻ്റെ സംസ്ഥാന അവകാശങ്ങളുടെ പ്രശ്നമാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. രണ്ടുപേരും പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്നത് മന്ത്രി പദവികൾക്കൊക്കെ അപ്പുറത്ത് പൊളിറ്റിക്കലായിട്ട് അവർ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം എന്താണ്? സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പദ്ധതികൾ, വിഹിതം, പ്രത്യേക പദവി, ഇത്തരം കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ യോജിച്ച് നിന്ന് ഉന്നയിച്ചൊരു പ്രശ്നം ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളിയാണ്. ഫെഡറലിസമാണ് ഒന്ന്, മറ്റൊന്ന് ജനാധിപത്യമാണ്, മറ്റൊന്ന് മതനിരപേക്ഷതയാണ്. ഈ മൂന്ന് തത്വങ്ങളോട് യോജിക്കുന്ന കക്ഷികൾക്കിടയിൽ പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യയശാസ്ത്രത്തെയും ഒരു നിർദ്ദിഷ്ട രാഷ്ട്രീയ സമരത്തിൽ, പാർലമെൻ്ററി സമരത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യത്തെയും വേർതിരിച്ച് തന്നെ കാണണം. പ്രത്യയശാസ്ത്രപരമായി ഇപ്പോൾ ഇവിടെ പ്രിൻ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളും ഈ സോഷ്യലിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന നിതീഷ് കുമാറിന് എന്ത് സോഷ്യലിസം, അത് വേറൊരു പ്രശ്നമാണ്. പക്ഷേ എന്താണ്, മിനിമം രാജ്യം നേരിടുന്ന, നമ്മുടെ രാഷ്ട്രഘടന നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഫെഡറലിസത്തെ തകർക്കുന്നത്, ജനാധിപത്യത്തെ തകർക്കുന്നത്, ജനാധിപത്യ സംവിധാനങ്ങളെ ഇല്ലാതാക്കുന്നത്, അതേപോലെ തന്നെ മതനിരപേക്ഷം, സോഷ്യൽ ഫാബ്രിക്കിനെ ആകെ വർഗീയവൽക്കരിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളിലും ഏറ്റവും യോജിച്ച് നിൽക്കാൻ ഈ നിതീഷ് കുമാറിനായാലും TDPക്കായാലും കഴിയുക ഇന്ത്യ മുന്നണിയോടാണെന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായി അവർക്ക് എപ്പോഴും യോജിക്കാൻ കഴിയുന്ന ഇന്ത്യ മുന്നണിയാണ്. എന്നാൽ ഹിന്ദുത്വം എന്നത് ഒരു ഏകാത്മകതയെ സംബന്ധിച്ച വൺ നേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര അജണ്ടയിലേക്ക് രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെയും സംസ്കാരത്തെയും വ്യത്യസ്ത നിലപാടുകളുള്ള എല്ലാത്തിനെയും എന്താണ് ബലം പ്രയോഗിച്ച് വിലയിപ്പിച്ചെടുക്കുന്നതാണ്. ആ ബലപ്രയോഗത്തിന് ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം ഇല്ലാതായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അത് ഇന്ത്യ മുന്നണിയുടെ ഒരു വിജയമാണ്. ചിതറിപ്പോകുന്ന വോട്ടുകളെയെല്ലാം തന്നെ യോജിപ്പിച്ച് നിർത്താൻ അതുവഴി എന്താണ് BJPക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞു. BJPക്ക് 350 സീറ്റ് കിട്ടിയിരുന്നുവെങ്കിൽ, NDAക്ക് ഒരു 400ഓളം സീറ്റ് കിട്ടിയായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇന്ന് നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്? എന്തായിരിക്കും? പ്രിന്റു മഹാദേവിൻ്റെ ഭാഷ ഇതായിരിക്കുമോ? അദ്ദേഹം ഒരു മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു അനുരഞ്ജനപരമായ ഒരു അജണ്ട, മുദ്രാവാക്യങ്ങൾ, ഭരണപരിപാടികൾ തീരുമാനിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. അദ്ദേഹം നമ്മളെയൊക്കെ വെല്ലുവിളിക്കുമായിരുന്നു, നമ്മളെയെല്ലാം വെല്ലുവിളിക്കുമായിരുന്നു. അങ്ങനെ വെല്ലുവിളിക്കാൻ കഴിയാത്ത ഇത്തരം ചർച്ചകൾ പോലും എന്താണ് ഒരു സാവകാശം, നമുക്കെല്ലാവർക്കും വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇന്ത്യ മുന്നണി നടത്തിയ ധീരമായ പോരാട്ടത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരിക്കുന്നു. NDAയിൽ BJP മാത്രമാണ് RSSൻ്റെ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുന്ന, RSSൻ്റെ തിട്ടൂരമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ, പാർട്ടി എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പുണ്ടാക്കിയ ഒരു നേട്ടം BJPയെ എന്താണ് ഒരർത്ഥത്തിൽ നിരായുധമാക്കുകയാണ്.
അവർക്ക് RSSൻ്റെ അജണ്ട അതേപടി എടുത്ത് ഭരണ നടപടിയാക്കാൻ ആ അനുസൃതമായ ഭരണഘടനാ ഭേദഗതിയോ നിയമനിർമ്മാണങ്ങളോ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു. ആ അവസ്ഥ സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ, തീർച്ചയായിട്ടും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും വലിയ ഇലക്ട്രൽ ബോണ്ടിലൂടെയൊക്കെ അവർ ശേഖരിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന പാർട്ടിയാണ് BJP. നിസ്സാരമല്ല. ഈ ലോകത്തിലെ വലിയ കോർപ്പറേറ്റുകൾ നയിക്കുന്ന അമേരിക്കയിലൊക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിയേക്കാൾ സമ്പത്തുള്ള പാർട്ടിയാണ് പോലും BJP. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഈ പാർട്ടിക്ക് ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകൾ പോലും മരവിപ്പിക്കപ്പെടുക പ്രതിപക്ഷ പാർട്ടികളുടെ. അത്തരം പാർട്ടികളിലേക്ക് കയറാൻ, അവരിൽ അസ്ഥിരീകരണം ഉണ്ടാക്കാൻ, അവരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അത്തരം ശ്രമങ്ങളുണ്ടാകും. പക്ഷേ അതിനെതിരായിട്ടുള്ള വലിയ പൊളിറ്റിക്കൽ വിജിലൻസ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. പ്രതിപക്ഷം എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള അവസരം പാർത്തിരിക്കുന്ന ഒരു മുന്നണിയാവരുത്. അത് ഈ മുദ്രാവാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് BJPക്കെതിരായിട്ടുള്ള ഒരു സമര ഐക്യമായിട്ട് വളരുമോ എന്നുള്ളതാണ് വസന്ത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാരിന്റെ സുസ്ഥിരതയെക്കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ സുസ്ഥിരതയെക്കുറിച്ച് കൂടി പറയണം. അതിന്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ്. അല്ല, അതിന്റെ സുസ്ഥിരത ഉള്ളതുകൊണ്ടാണല്ലോ ഈ റിസൾട്ട് വരുന്നതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ പ്രതിപക്ഷത്താണ് ഇരിക്കാൻ പോകുന്നത് എന്നുള്ള എല്ലാ ധാരണകളും ഉള്ളപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ പാർട്ടികളെയും വിളിച്ച് കൂടെ നിർത്താനും അവരെ ഒന്നിച്ചു ചേർത്തൊരു മീറ്റിംഗ് വിളിക്കുവാനും ഒക്കെ കോൺഗ്രസിന് സാധിക്കുന്നത്. ആ കോൺഫിഡൻസ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങൾക്ക് അതിൽ കൃത്യമായ പ്ലാൻ ഓഫ് ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ശ്രീ നിഷാദ്, നോക്കൂ, ഞങ്ങൾക്ക് ഏതായാലും 3-4 തവണ ഈ കള്ളന്റെ കൂടെ കൂടില്ല എന്ന് പറഞ്ഞ ആളുടെ കള്ളന്റെ അടുക്കളപ്പുറം ഇറങ്ങി ഒന്ന് വരണേ, ഞങ്ങളുടെ മീറ്റിംഗിൽ ഒന്ന് പങ്കെടുക്കണേ, ഞങ്ങളുടെ ND യോഗത്തിൽ ഒന്ന് പങ്കെടുക്കണേ എന്ന് പറയേണ്ട അവസ്ഥ വന്നില്ലല്ലോ. പിന്നെ 2-3 കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് നേരത്തെ ചോദിച്ചപ്പോഴത്തേക്ക് കോൺഗ്രസ് അല്ലല്ലോ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയ ശേഷം ഒരു ചെറിയ കക്ഷിക്ക് പ്രധാനമന്ത്രി പദം ഇട്ടുകൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കോൺഗ്രസ് അല്ലല്ലോ എന്നാണ് NDA മുന്നണിയുടെ നേതാവായിട്ടുള്ള പ്രിന്റു മഹാദേവൻ പറഞ്ഞത്. പ്രിന്റു, ഒരു കഥ പറയാം. 2020 ബീഹാറിൽ നിങ്ങൾ മത്സരിക്കുന്നു. ബീഹാറിലെ നിയമസഭാ റിസൾട്ട് വരുമ്പോൾ 77 സീറ്റുമായ നിയമസഭയിലെ ഒന്നാമത്തെ ഒറ്റകക്ഷി, ആ കക്ഷിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. അന്ന് കേന്ദ്രം ഭരിക്കുന്നത് ഇപ്പോ കാണുന്ന പോലെ ഇങ്ങനെ വിറയ്ക്കുന്ന, അമിത്ഷായെ കൂടെ ഇരുത്താൻ പോലും പറ്റാത്ത മോദി അല്ല. ഏകാധിപതിയായ സർവാധികാരവുമുള്ള നിങ്ങളുടെ ED, CBI എല്ലാം കയ്യിലുള്ള മോദിയാണ്. ആ മോദിയുടെ പാർട്ടിക്ക് അന്ന് അവിടെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ നിതീഷ് കുമാറിനെ, അതായത് ഒന്നാമത്തെ കക്ഷി അല്ലാത്ത നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് അല്ല എന്ന കഥ പറയണ്ട. ഇനി 2022 ആ ഗവൺമെന്റ് ആഗസ്റ്റ് 9-ാം തീയതി 2029 ആഗസ്റ്റ് 9-ാം തീയതി ആ ഗവൺമെന്റിനെ പിളർത്തിക്കൊണ്ട് നിതീഷ് വെളിയിൽ വന്നിട്ട് പറയുന്നത്, നോക്കൂ, എന്റെ പാർട്ടിയെ JDU-വിനെ പിളർത്തി ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. നേരത്തെ നിസാം സൈൻ സാർ പറഞ്ഞതുപോലെ ആ പണി അന്ന് അവിടെ കാണിച്ചു 2022. ആ ബോധം, ആ അനുഭവം ആർക്കുണ്ട്? നിതീഷിനുണ്ട്. അതുകൊണ്ട് നിതീഷ് വിജിലന്റ് ആയിരിക്കും, TDP വിജിലന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒപ്പം തന്നെ പ്രതിപക്ഷം, കോൺഗ്രസ്, ഇന്ത്യ മുന്നണി വളരെ കൃത്യമായി ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിന്റെ ഏറ്റവും വലിയ ഭംഗിയായി ഞങ്ങൾ കാണുന്നത് അപ്പനും സുഭദ്രയും ആംഗളമാരും ചേർന്ന് എന്ന രീതിയിൽ അമിത്ഷായും പ്രിന്റു പറയട്ടെ, അപ്പനും നിങ്ങളുടെ അപ്പനും സുഭദ്ര ആംഗളമാരുമായിരുന്നല്ലോ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്നത്. ഇനി അപ്പനും സുഭദ്രയ്ക്ക് ആംഗളമാർക്കും ഭരണം പറ്റില്ല. അമിത്ഷായെ കൂടെ ഇരുത്താൻ പറ്റുന്നുണ്ടോ? നിതീഷിനെയും നമ്മുടെ TDP നേതാവിനെ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചിരുത്തേണ്ട ഗതികേട് വന്നില്ലേ? പിന്നെ അദ്ദേഹം ഇന്ത്യ മുന്നണി എന്ന് പറയാണ്. അതിൽ അദ്ദേഹം കോൾമൈര് കൊള്ളുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് രോമാഞ്ചം കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിക്കോട്ടെ. പക്ഷെ നിങ്ങൾ NDA ആയിക്കോട്ടെ, ഞങ്ങൾ NDA എന്ന് തന്നെ പറയുന്നു. NDA എന്നൊക്കെ പറയാൻ തുടങ്ങിയല്ലോ, എനിക്ക് അത്ഭുതമാണ്. പ്രിന്റുവും അമിത്ഷായും മോദിയും ഒക്കെ NDA എന്ന് പറയാൻ തുടങ്ങിയില്ലേ? എന്താ പറഞ്ഞ 400 സീറ്റിൽ ഭരിക്കുന്ന മോദിയാണ്. ശ്രീ നിഷാദ്, BJP എന്ന് പോലും പറഞ്ഞിട്ടില്ല. 400 സീറ്റിൽ ഭരിക്കുന്നത് മത്സരിക്കുന്നത് മോദിയാണ്. ഇത് മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഇന്ത്യ, മോദിയുടെ പാർട്ടി, മോദിയുടെ 100 സീറ്റ് പോലും കിട്ടാത്ത വസന്ത നിങ്ങൾ കിടന്നിട്ടാണ് ഈ മോദി ഞങ്ങളുടെ 240 കുറ്റം പറയുന്നത്. ഇന്ത്യൻ ചരിത്രത്തിൽ 100 സീറ്റ് തേക്കാൻ പറ്റാത്ത കോൺഗ്രസ്, ഇന്ത്യയുടെ 30 വർഷക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ്. നിസാം സയ്യിദ്, ഞാൻ വസന്തിന്റെ പോയിന്റ് കേട്ടു. അല്ല, നിസാം സയ്യിദ്, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ആണോ ഈ ചെയ്തത്? അതിന്റെ പീക്കിൽ അത് എത്തിക്കഴിഞ്ഞു, അതോ ഇനി അതിന്റെ സാധ്യതകൾ കൂടി വരികയാണോ ചെയ്യുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളടക്കം?
ഞാൻ വരാം, അതിൻ്റെ ഫീഡ് കട്ടായി. അല്ല പ്രിൻറ്റു, മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണല്ലോ എൻ ഡി എയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് മോദിക്ക് എന്ത് ധാർമ്മിക അവകാശം എന്ന ചോദ്യമാണ് പൊതുവെ ഉയർത്തപ്പെടുന്നത്. നിങ്ങളുടെ പ്രകടന പത്രിക എടുത്താൽ 65 തവണ അതിനകത്ത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ടുണ്ട്. മോദിയുടെ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ മോദിയുടെ മന്ത്രിസഭയാണല്ലോ. 18 പേരാണ് മന്ത്രിമാർ തോറ്റുപോയത്. മോദി പ്രാണപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് തോറ്റു, ആ സംസ്ഥാനത്ത് തോറ്റു എന്നത് ഓർക്കണം. മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുമ്പം മോദിക്ക് അമേഠിയിലോ റായ്ബറേലിയിലോ വയനാട്ടിലോ ഉള്ള സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ഭൂരിപക്ഷം പോലും നിങ്ങൾക്ക് ഈ ക്ഷേത്ര നഗര മണ്ഡലമായ വാരണാസിയിൽ കിട്ടിയില്ല. 3 ലക്ഷം വോട്ട് കുറഞ്ഞു എന്നോർക്കണം. എന്നുവെച്ചാൽ മോദി എന്ന് പറയുന്ന ബിംബത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ബാക്ക് ഫുട്ടിൽ പോയി. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നിങ്ങൾ എടുക്കണ്ട എന്നാണ് ജനം തീരുമാനിച്ചത്. ശരിയാണ്, എൻ ഡി എക്ക് തന്നെയാണ് ഭരിക്കാൻ മാൻഡേറ്റ്, ഒരു തർക്കമില്ല അതിൽ. പക്ഷെ മോദിയെ മുന്നിൽ വെച്ചിട്ട് അധികം പോവണ്ട എന്ന് ജനം തീരുമാനിച്ചില്ലേ? അപ്പോൾ ആ ധാർമ്മിക അവകാശം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അതിലെന്താ ലോജിക്കൽ പ്രശ്നം? അല്ല, ഇതിനകത്ത് സാർ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പരസ്പരം അങ്ങോട്ടുമുള്ള ചർച്ചയോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ കുറവോ അനുസരിച്ചുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഭരണത്തിൽ വരാൻ വേണ്ടത് 272 സീറ്റാണ്. ആ സീറ്റ് നേടാനുള്ള സംവിധാനത്തിലേക്ക് NDA സഖ്യം മാറിയിട്ടുണ്ട്, നരേന്ദ്രമോദി മാറിയിട്ടുണ്ട്. 240 സീറ്റ് എന്ന് പറയാൻ സാർ നിങ്ങൾ അതിനെ നിസ്സാരമായിട്ട് കാണല്ലേ? നിങ്ങൾക്ക് ഇന്ത്യ ചരിത്രത്തിൽ ഒരു 35 വർഷത്തിൻ്റെ ചരിത്രം നിങ്ങൾ നോക്ക്. 240 സീറ്റ് അല്ലെങ്കിൽ 200 കോൺഗ്രസിന് നമുക്കറിയാം, മൻമോഹൻ സിംഗിൻ്റെ 2ാം ഘട്ടത്തിൽ 210 സീറ്റാണ് കോൺഗ്രസിന് കിട്ടുന്നത്. 35 വർഷത്തെ ചരിത്രത്തിൽ കോൺഗ്രസിന് 240 എന്ന് പറയുന്ന സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട പറയും, ഞങ്ങളുടെ ഗ്യാരണ്ടി മോഡി പറഞ്ഞ കാര്യങ്ങൾ വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കേരളത്തിലടക്കം 38 ലക്ഷം വോട്ട് നേടുന്ന പ്രസ്ഥാനമായിട്ട് BJP മാറിയിട്ടുണ്ട്. നിങ്ങളപ്പോൾ എങ്ങനെയാണ് മോഡിയുടെ ഗ്യാരണ്ടിക്ക് ഇവിടെ ഉറപ്പില്ലെന്ന് പറയാൻ സാധിക്കുക? ഈ കേരളത്തിൽ 38 ലക്ഷവും 20% വോട്ടും ഒരു MP-യും അല്ലെങ്കിൽ ഭാവിയിൽ 20 MLA-മാരെ സൃഷ്ടിക്കാവുന്ന രീതിയിലേക്ക് കേരളത്തിൽ BJP മാറിയിട്ടുണ്ട്. ആ ഗ്യാരണ്ടി ഉണ്ടാക്കിയ ആളുടെ പേര് നരേന്ദ്രമോദി എന്നാണ്. ആ ഗ്യാരണ്ടിക്ക് കാരണം 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടാണ്. നിങ്ങൾ നോക്ക് കേരളത്തിൽ, അത് നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത്? നിങ്ങൾ കേരളത്തിൽ BJP-യുടെ വളർച്ച, അത് മോഡിയുടെ ഗ്യാരണ്ടി തന്നെയാണല്ലോ. എന്താ KT അടക്കമുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയാത്തത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾക്ക് ഈ സമാശ്വാസം കൊള്ളുന്നത് 238 സീറ്റാണ്. കാരണം എന്താണ്? നിങ്ങൾക്കറിയാം, നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഇലക്ഷൻ എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണ്. ഉത്തർപ്രദേശ് മൊത്തം ഹൈപ്പ് കൊണ്ടുവന്നപ്പോഴും ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നത് അവർ പറഞ്ഞില്ലേ? അവർ പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്തു. അവർ പ്രതീക്ഷിച്ചില്ല. ആരാ പറയുന്നത്? നിങ്ങളാ പ്രതീക്ഷിക്കാത്തത്. നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഏതോ എക്സിറ്റ് പോളുകൾ ഈ അടിച്ചുവിട്ടത് മുഴുവൻ BJP-യുടെ ഒഫീഷ്യൽ ഹാൻഡിലുകളിൽ മുഴുവൻ പോസ്റ്ററാക്കി, നോക്കൂ ഞങ്ങൾ വരാൻ പോകുന്നു, 3.0 ഈസ് ലോഡിങ് സൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം ബഹളമായിരുന്നു. നിങ്ങളാണ് പ്രതീക്ഷിക്കാഞ്ഞത്. അവരത് പ്രതീക്ഷിച്ചു. എവിടെ വരെ എത്തുന്ന കാര്യം അല്ല സാർ. ഞങ്ങൾ മിനിമത്തെയും മാക്സിമം, സാർ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ മിനിമത്തെയും മാക്സിമയും കണ്ടുകൊണ്ടാണ് ഈ ഗെയിം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ നിതീഷ് കുമാറുമായിട്ടുള്ള സഖ്യത്തിൽ ഏർപ്പെട്ടത്. അതുകൊണ്ടാണല്ലോ ചന്ദ്രബാബു നായിഡുമായിട്ട് ഞങ്ങൾ സഖ്യത്തിൽ ഏർപ്പെട്ടത്. അല്ലെങ്കിൽ ഒരു പിടന്നെ പവൻകുമാറും ചന്ദ്രബാബു നായിഡുമായിട്ട് ഞങ്ങൾ സഖ്യത്തിലാവുക. അപ്പോൾ ഈ ഇലക്ഷൻ്റെ പൊളിറ്റിക്സിനനുസരിച്ച് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സീറ്റ് കുറഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്ട്രാറ്റജി വിജയിച്ച പ്രസ്ഥാനം BJP-യാണ്. നിങ്ങൾ നോക്കൂ, സൗത്ത് ഇന്ത്യയിൽ, നിശാന്ത് സാർ, ഞങ്ങൾ തന്നെ പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള കക്ഷി BJP-ആണെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളടക്കം ചർച്ചയിൽ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള കക്ഷി ഏതാണ്? NDA ആണ്, BJP-ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഒറീസ പോലെയുള്ള സ്ഥലത്ത് വിജയത്തെ നിങ്ങൾ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ ഇന്ത്യ സഖ്യത്തെ ഞെട്ടിക്കുന്ന നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ നിങ്ങൾ അപ്പുറത്ത് നഷ്ടമാകുന്ന സീറ്റ് ഇപ്പുറത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കേവല ഭൂരിപക്ഷത്തിന് മേലെ ഒറ്റയ്ക്ക് നിൽക്കാമെന്ന് കണക്ക് കൂട്ടിയിരുന്നു. അത് നടന്നില്ല. എവിടെയൊക്കെ നിങ്ങൾ കൂട്ടിയാലും നിങ്ങൾ 240 വരെ കളിച്ചാൽ മതി എന്ന് ജനം തീരുമാനിച്ചല്ലോ എന്നാണ്. എനിവേ ഒരു മുന്നണി ഭരണമായിട്ട് മുന്നോട്ട് പോകാൻ പോവാണ്. എന്തുമാത്രം സുഗമമായി അത് കൊണ്ടുപോകാൻ ആ നിലയ്ക്ക് പരിചയമില്ലാത്ത മോദിക്ക് അത് കഴിയുമെന്നാണ് ഉറ്റുനോക്കുന്ന കാര്യം. സമയം കഴിഞ്ഞുകൊണ്ട് ഞാനൊന്ന് അവസാനിപ്പിക്കുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ശ്രീ നിസാം സയ്യിദ് എനിക്ക് ഒരിക്കൽ കൂടി താങ്കളിലേക്ക് വരാൻ കഴിഞ്ഞില്ല. താങ്കൾ മനസ്സിലാക്കുമല്ലോ, ക്ഷമിക്കുമല്ലോ ദയവായി. താങ്ക് യു ശ്രീ നിസാം സയ്യിദ്, ശ്രീ പ്രിൻറ്റു, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഒപ്പം ശ്രീ വാസന്ത്.